ചില കണ്ണീരുകൾക്ക് മുന്നിൽ രാഷ്ട്രീയത്തിൻ്റെയും പാർട്ടികളുടെയും അതിരുകൾ അലിഞ്ഞു പോകാറുണ്ട്. അത്തരമൊരു വേദനയുടെ തീച്ചൂളയിലാണ് ഇന്ന് നമ്മുടെ നാട് നിൽക്കുന്നത്. നീണ്ടകരയിൽ കടലമ്മയുടെ മാറിൽ മീൻപിടുത്ത ബോട്ട് ശക്തമായ തിരമാലയിൽപ്പെട്ട് മറിഞ്ഞ് പ്രിയപ്പെട്ട മകൻ ഗൗതം കൃഷ്ണയെ കാണാതാകുമ്പോൾ ആ കുടുംബത്തിൻ്റെ, പ്രത്യേകിച്ച് ആ അമ്മയുടെ നെഞ്ചു പൊട്ടിയുള്ള കരച്ചിൽ ഈ കേരളക്കരയുടെ മുഴുവൻ ഉറക്കം കെടുത്തുന്ന വിങ്ങലായി മാറുകയാണ്. എൻ്റെ മകനെ കണ്ടെത്താൻ സാർ എന്നെ സ്വന്തം പെങ്ങളായി കരുതി ഒപ്പമുണ്ടാകണമെന്ന് പറഞ്ഞുകൊണ്ട് ആ അമ്മ ഒരു ജനപ്രതിനിധിയുടെ മുന്നിൽ കൈകൂപ്പി കരയുമ്പോൾ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയും സർക്കാരും എവിടെയായിരുന്നു? എന്തുകൊണ്ടാണ് ഈ നാടിൻ്റെ ഭരണാധികാരികൾ ഈ ദാരുണമായ സംഭവത്തിൽ ഇത്രയും ദിവസമായിട്ടും ഒരു അക്ഷരം മിണ്ടാതെ മൗനം പാലിക്കുന്നത്? സാധാരണക്കാരന്റെ കണ്ണീര് കാണാൻ കണ്ണും കാതും ഇല്ലാത്ത വിധം ഭരണസിരാ കേന്ദ്രങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോൾ കേരളം ചോദിക്കുകയാണ്, എവിടെയാണ് നിങ്ങളുടെ ആശ്വാസവരികൾ? എവിടെയാണ് സർക്കാരിന്റെ ഇടപെടലുകൾ? കേരളത്തിലെ ജനങ്ങളുടെ ജീവന് ഒരു വിലയും കൽപ്പിക്കാത്ത ഈ ഭരണകൂടത്തിന്റെ അവസ്ഥയാണ് ഇന്ന് കേരളത്തിന്റെ മണ്ണ് പ്രതിഷേധിക്കുന്നത്. എന്നാൽ ആ അമ്മയുടെ കണ്ണീർ വീണ് കരിഞ്ഞ മണ്ണിലേക്ക് ആശ്വാസമായി ആ മനുഷ്യനെ പോലെ ഒരാൾ എത്തിയിരിക്കുകയാണ്. മറ്റാരുമല്ല, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ആ അമ്മയുടെ സങ്കടം കണ്ട് ഒരു രാഷ്ട്രീയക്കാരന്റെ മുഖംമൂടി അണിഞ്ഞു വന്ന് കണ്ണ് തുടച്ചു പോകുന്നതല്ല നമ്മൾ അവിടെ കണ്ടത്. മറിച്ച് സ്വന്തം ജ്യേഷ്ഠന്റെ ചേതനയോടെ ആ അമ്മയുടെ നെഞ്ചോട് ചേർന്ന് നിന്ന് അദ്ദേഹം നൽകിയ ഉറപ്പാണ്, നിങ്ങളുടെ സ്വന്തം ജ്യേഷ്ഠനായി ഈ ചേട്ടൻ കൂടെ തന്നെയുണ്ടാകും. ആ മകനെ തിരികെ കൊണ്ടുവരാൻ ഏതറ്റം വരെയും ഞാൻ പോകും. ആ ഒറ്റ വാക്ക്, ആ ഒരൊറ്റ ഉറപ്പ്, അതാണ് സുരേഷ് ഗോപി. വാക്കുകൾ കൊണ്ടല്ല, പ്രവൃത്തിയിലൂടെ കരുത്ത് കാട്ടുന്ന മാസ് ലീഡർഷിപ്പ്. മന്ത്രിമാരുടെ കസേരയിലിരുന്ന് വെറും പ്രസ്താവനകൾ ഇറക്കി സമയം കളയുന്നവരല്ല യഥാർത്ഥ ജനനായകൻ എന്ന് അദ്ദേഹം വീണ്ടും തെളിയിക്കുകയാണ്. ആ അമ്മയുടെ കണ്ണീരൊപ്പാൻ രാജ്യത്തിന്റെ കരുത്തുറ്റ ഇന്ത്യൻ നാവികസേനയാണ് അദ്ദേഹം ഈ തിരച്ചിലിന്റെ മുൻനിരയിലേക്ക് ഒറ്റ രാത്രി കൊണ്ട് ഇറക്കിയത്. ഒരു വാക്കിലല്ല, രാജ്യത്തിന്റെ സൈനിക ശക്തിയെ തന്നെ കളം ഇറക്കിക്കൊണ്ട് ആ ദൗത്യത്തിന് നേതൃത്വം നൽകുകയാണ് അദ്ദേഹം. മുങ്ങൽ വിദഗ്ധർ അടങ്ങിയ നാവികസേനയുടെ കരുത്തുറ്റ കപ്പലുകൾ കടലിൽ അടിയന്തര തിരച്ചിൽ ആരംഭിച്ചു കഴിഞ്ഞു. കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്ററുകൾ ആകാശമാർഗേണ നിരീക്ഷണം ശക്തമാക്കുമ്പോൾ ഈ ദൗത്യത്തിന് പൂർണ്ണ പിന്തുണയുമായി ഇന്ത്യൻ ഓയിലും ATFും യുദ്ധകാലാടിസ്ഥാനത്തിൽ രംഗത്തുണ്ട്. രക്ഷാപ്രവർത്തനം വേഗത്തിലാക്കാൻ അമൃതപുരിയിൽ കോളേജ് അധികൃതരുടെ സഹകരണത്തോടെ പുതിയ എമർജൻസി ഹെലിപാഡും അടിയന്തരമായി സജ്ജമായി കൊണ്ടിരിക്കുകയാണ്. ഭരണകൂടത്തിന്റെ മോശം അവസ്ഥയും മന്ത്രിമാരുടെ മൗനത്തെയും ഒറ്റയാൾ പോരാട്ടം കൊണ്ട് തകർത്തെറിഞ്ഞ് ആ അമ്മയുടെ കണ്ണീരൊപ്പം പോരാടുന്ന സുരേഷ് ഗോപിക്കൊപ്പം ഈ നാട് മുഴുവനൊപ്പമുണ്ട്. മാസ സംസാരങ്ങൾക്കപ്പുറം പ്രവൃത്തിയിലൂടെ അത് കാണിച്ചു കൊടുക്കുന്ന ആ മനുഷ്യനൊപ്പം ആ പ്രിയപ്പെട്ട മകൻ കിട്ടുന്നതുവരെ ഈ കേരളം ഒരു മനസ്സോടെ കൂടെ ഉണ്ടാകും എന്നതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഒറ്റ രാത്രി കൊണ്ട് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ പുതിയൊരു മാതൃക തീർക്കുകയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. നീണ്ടകരയിൽ കടലമ്മയുടെ മാറിൽ മീൻപിടുത്ത ബോട്ട് മറിഞ്ഞ് ആ ഒരു മകനെ കാണാതായ ദാരുണമായ നിമിഷം മുതൽ ആ കുടുംബത്തിന് താങ്ങായ ആ മനുഷ്യനൊപ്പമുണ്ട്. മാധ്യമങ്ങൾക്ക് മുന്നിൽ വെറും കണ്ണീരൊപ്പുന്ന നാടകങ്ങളല്ല, മറിച്ച് തന്റെ അധികാരവും സ്വാധീനവും ഉപയോഗിച്ച് രാജ്യത്തിന്റെ കരുത്തുറ്റ ഇന്ത്യൻ നാവികസേനയും കോസ്റ്റ് ഗാർഡിനെയും ആ തിരച്ചിലിന്റെ മുൻനിരയിലേക്ക് ഒറ്റ രാത്രി കൊണ്ട് ഇറക്കിക്കൊണ്ട് തന്റെ ഭരണാധികാരി പദവി എന്താണെന്ന് അദ്ദേഹം തെളിയിച്ച് നൽകുകയാണ്. എന്നാൽ കേരളത്തിന്റെ ഒരു മകൻ കടലിൽ കാണാതായിട്ട് ദിവസങ്ങളായിട്ടും ആ അമ്മയുടെ നെഞ്ചു പൊട്ടിയുള്ള കരച്ചിൽ ഈ കേരളക്കര മുഴുവൻ മുഴങ്ങിയിട്ടും കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി VD സതീശനോ പ്രതിപക്ഷത്ത് നിന്ന് വലിയ വർത്തമാനങ്ങൾ പറയുന്ന പിണറായി വിജയനോ എവിടെയാണോ ഒളിച്ചിരിക്കുന്നത്? എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ ഒന്നും ചെയ്യാത്തത്? കസേരയിലിരുന്ന് വെറും പ്രസ്താവനകളും രാഷ്ട്രീയ കുതന്ത്രങ്ങളും മെനയാൻ മാത്രം അറിയാവുന്ന ഇവർക്ക് ഒരു സാധാരണ അമ്മയുടെ കണ്ണീരിന്റെ വില അറിയാമോ? എപ്പോഴും എല്ലാ കാര്യത്തിലും അഭിപ്രായം പറയുന്ന VD സതീശനും കേരളത്തിന്റെ പോലീസും ഭരണ സംവിധാനങ്ങളും കയ്യിലുണ്ടെന്ന് അവകാശപ്പെടുന്ന എല്ലാവരും ഈ വിഷയത്തിന്റെ പൂർണ്ണമായ മൗനം പാലിക്കുന്നത് എന്തുകൊണ്ടാണ്? പാവപ്പെട്ടവന്റെ ജീവന് പുല്ലുവില പോലും കൽപ്പിക്കാത്ത ഈ ഉന്നതരുടെ അവസ്ഥ കേരളം തിരിച്ചറിയുന്നുണ്ട്. ഇവിടെയാണ് സുരേഷ് ഗോപി എന്ന ജനനായകന്റെ മാസ് പ്രകടനം പ്രസക്തമാകുന്നത്. മന്ത്രിമാരുടെ ആഡംബര വണ്ടികളിൽ കറങ്ങി നടക്കുന്നവരല്ല, ജനങ്ങളുടെ കണ്ണീരൊപ്പാൻ സ്വന്തം ജ്യേഷ്ഠനായി കൂടെ നിൽക്കുന്നവരാണ് യഥാർത്ഥ നേതാക്കളെന്ന് അദ്ദേഹം വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധരെയും കപ്പലുകളെയും അടിയന്തരമായി രംഗത്തിറക്കാനും ഇന്ത്യൻ ഓയിലിന്റെയും ATFിന്റെയും സഹായത്തോടെ ഇന്ധനവും ഹെലിപാഡും യുദ്ധകാലാടിസ്ഥാനത്തിൽ സജ്ജമാക്കാനും അദ്ദേഹം നടത്തിയ ഇടപെടലുകൾ കേരള രാഷ്ട്രീയത്തിലെ ഒരു സുവർണ അധ്യായമാണ്. മുഖ്യമന്ത്രി VD സതീശൻ അടക്കമുള്ള ഭരണാധികാരികൾ കാണിക്കുന്ന ഈ ദയനീയ പരാജയത്തിനും മൗനത്തിനും ഇടയിലാണ് ആ അമ്മയുടെ കണ്ണീരൊപ്പാൻ സുരേഷ് ഗോപി എന്ന ഒറ്റയാൾ പട്ടാളം പോരാടുന്നത്. രാഷ്ട്രീയ ലാഭങ്ങൾക്കപ്പുറം മനുഷ്യത്വത്തിന്
രാഷ്ട്രീയത്തിന് മുൻഗണന നൽകുന്ന ആ മഹാമനസ്സിനൊപ്പം ആ പ്രിയപ്പെട്ട മകനെ കിട്ടുന്നതൊപ്പം ഈ കേരളക്കര ഒറ്റക്കെട്ടായി കൂടെ ഉണ്ടാകും. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇന്ന് വരെ ആരും കാണാത്ത തരത്തിലുള്ള ജനകീയ ഇടപെടലുകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വെറുമൊരു മന്ത്രി കസേരയിലിരുന്ന് ഫയലുകളിൽ ഒപ്പിട്ട് തീർക്കുന്ന പതിവ് രീതികളിൽ നിന്നുമൊക്കെ എത്രയോ വ്യത്യസ്തനാണ് സുരേഷ് ഗോപി എന്ന് നമുക്ക് ഈ സംഭവത്തിലൂടെ വീണ്ടും തെളിയുകയാണ്. കൺമുന്നിൽ ഒരു അമ്മയുടെ നെഞ്ചു പൊട്ടിയുള്ള കരച്ചിൽ കണ്ടപ്പോൾ അത് തൻ്റെ സ്വന്തം കുടുംബത്തിന്റെ വേദനയായി കണ്ട് മുന്നോട്ട് വന്ന ആ വലിയ മനസ്സ് കേരളം മുഴുവൻ ഇപ്പോൾ ചർച്ച ചെയ്യുകയാണ്. മറുവശത്ത് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി വി.ഡി. സതീശൻ വലിയ വർത്തമാനങ്ങളുമായി ദിവസവും മൈക്കിന് മുന്നിൽ വന്നിരിക്കുന്ന ആ ഒരു ശൈലിയുണ്ടല്ലോ, ഈ ഒരു കാര്യത്തിൽ മാത്രം ഇപ്പോഴും മൗനം തുടരുകയാണ്. ഒരു പാവപ്പെട്ട മത്സ്യത്തൊഴിലാളി കുടുംബത്തിന്റെ കണ്ണീർ കാണാൻ പോലും സമയം കിട്ടാത്ത ഈ ഭരണാധികാരികൾ എന്തിനാണ് ആ കസേരകളിൽ ഇരിക്കുന്നത്? ഇനി പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ശക്തമായ ഇടപെടലുകൾ ഉണ്ടാകേണ്ട ഈ നിർണായക ഘട്ടത്തിൽ അതും ഉണ്ടായിട്ടില്ല. തിരഞ്ഞെടുപ്പ് കാലത്ത് വോട്ടിനായി മാത്രം ജനങ്ങളുടെ മുന്നിലേക്ക് ഓടിയെത്തുന്ന ഇവർ യഥാർത്ഥ ദുരന്തമുഖത്ത് അപ്രതീക്ഷിതരാകുന്ന കാഴ്ചയാണ് നാം ഇവിടെ കാണുന്നത്. എന്നാൽ രാഷ്ട്രീയ താല്പര്യങ്ങൾക്കപ്പുറം മനുഷ്യത്വത്തിന് മുൻഗണന നൽകിക്കൊണ്ട് സുരേഷ് ഗോപി നടത്തുന്ന ഈ ഒറ്റയാൾ പോരാട്ടം അഭിനന്ദിക്കാവുന്നതാണ്. കൊച്ചിയിലെയും ഡൽഹിയിലെയും ഉന്നത ഉദ്യോഗസ്ഥരുമായി നിരന്തരം ബന്ധപ്പെട്ട് രാജ്യത്തിന്റെ പ്രതിരോധ സംവിധാനങ്ങളെയും നാവികസേനയും ഒറ്റ രാത്രി കൊണ്ട് ഈ തിരച്ചിലിന്റെ മുൻനിരയിലേക്ക് കൊണ്ടുവരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നത് ചെറിയ കാര്യമല്ല. വാക്കുകൾക്കപ്പുറം പ്രവൃത്തിയിലൂടെ കരുത്ത് കാണിക്കുന്ന യഥാർത്ഥ ജനനായകൻ എങ്ങനെയായിരിക്കണമെന്ന് അദ്ദേഹം വീണ്ടും തെളിയിക്കുകയാണ്. 10 ദിവസങ്ങൾ നീണ്ട 10 ദിവസങ്ങളാണ് ഒരു അമ്മ തന്റെ പ്രിയപ്പെട്ട മകനായ ഗൗതം കൃഷ്ണയെയും കാത്ത് കടലിന്റെ കരയിൽ കണ്ണീരോടെ കഴിയുന്നത്. ആ കടലമ്മയുടെ മാറിൽ മീൻപിടുത്ത ബോട്ട് മറിഞ്ഞ് ജീവൻ നഷ്ടപ്പെട്ടതോ അല്ലാതെയുള്ള അനിശ്ചിതത്തിൽ ആ കുടുംബം തകർന്നു പോയിട്ട് 10 ദിവസമായിട്ടും മുഖ്യമന്ത്രിയുടെ കണ്ണുകൾ തുറന്നിട്ടില്ലേ? ഒരമ്മയുടെ നെഞ്ചുപൊട്ടിയുള്ള നിലവിളി ഈ നാടിന്റെ ഭരണസിര കേന്ദ്രങ്ങളിൽ കേൾക്കുന്നില്ലേ? 10 ദിവസമായിട്ടും ഈ വിഷയത്തിൽ യാതൊരുവിധ ഗൗരവത്തിലുള്ള ഇടപെടലുകളും നടത്താതെ ആ അമ്മയുടെ വേദന കണ്ടില്ലെന്ന് നടിക്കുന്ന മുഖ്യമന്ത്രിയുടെ ക്രൂരമായ മൗനം കേരളം പൊറുക്കില്ല. പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ശക്തമായ ശബ്ദമുയരേണ്ട ഈ വേളയിൽ പതിവ് പോലെ രാഷ്ട്രീയ നാടകങ്ങളുമായി ഒളിച്ചിരിക്കുന്ന ഇവർക്ക് എന്താണ് പറയാനുള്ളത്? എന്തൊരു കഷ്ടമാണ്! നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇത്രയും ദിവസമായി. എന്നാൽ ഈ ഭരണകൂടത്തിന്റെ എല്ലാ പരാജയങ്ങൾക്കും ഇടയിലാണ് കേരളത്തിന്റെ സ്വന്തം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ആ അമ്മയുടെ കണ്ണീരൊപ്പാൻ മുന്നോട്ട് വന്നത്. 10 ദിവസമായിട്ടും സർക്കാരിന്റെ ഭാഗത്തു നിന്നും യാതൊരുവിധ വ്യക്തമായ മറുപടിയോ ആശ്വാസമോ ലഭിക്കാത്ത ആ കുടുംബത്തിന് സ്വന്തം ജ്യേഷ്ഠനായി കൂടെ നിന്ന് രാജ്യത്തിന്റെ സന്നാഹങ്ങളെ മുഴുവൻ ഇങ്ങോട്ടേക്ക് എത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. വാക്കുകൾ കൊണ്ട് വഞ്ചിക്കുന്ന രാഷ്ട്രീയക്കാരുടെ ഇടയിൽ പ്രവൃത്തിയിലൂടെ കരുത്ത് കാണിച്ച ആ മനുഷ്യൻ മാത്രമാണ് ഇന്ന് ആ കുടുംബത്തിന്റെ ഒരേയൊരു പ്രതീക്ഷ. 10 ദിവസത്തെ ഈ ഇരുണ്ട മൗനത്തിന് കേരളത്തിലെ ജനങ്ങൾ മറുപടി ചോദിക്കും. ആ അമ്മയുടെ കണ്ണീരിന് വില കൽപ്പിക്കാത്ത ഭരണാധികാരികളുടെ കസേരകൾ വിറയ്ക്കുന്ന കാലം വിദൂരമല്ല. ആ അമ്മയുടെ കണ്ണീരൊപ്പാൻ ഈ നാടും സുരേഷ് ഗോപിയും ഒപ്പമുണ്ടാകും. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.